സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് CFD ഫേംസ്, പിന്നെ ഫ്യൂച്ചേഴ്സ് ഫേംസ് എന്താണെന്ന് പറയാമെന്നാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രോപ്പ് ഫേംസ് എന്നാണ്. സോ വാട്ട്സ് പ്രോപ്പ് ഫേംസ്? ഓക്കെ, പ്രോപ്പ് ഫേംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ അതിൽ സിറോദ, ധൻ, അപ്സ്റ്റോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചധികം അവൈലബിൾ ആണ്. ഞാനൊരു 2-3 ഫേംസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലെല്ലാതും നമ്മൾ നമ്മുടെ ഫണ്ട് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, പ്രോപ്പ് ഫേംസ് എന്ന് പറയുന്ന ഫെസിലിറ്റി എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി വേറൊരാൾ നമുക്ക് ഫണ്ട് തരും. ഓക്കെ, അതാണ് പ്രോപ്പ് ഫേംസ് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ആ ഫണ്ട് തരുന്ന ഒരാൾക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അതായത് ഇത്രയും ലോസ് ലിമിറ്റിൽ താഴെ പോവാതെ നിങ്ങൾ ഇത്രയും പ്രോഫിറ്റ് എടുത്ത് കാണിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മേ ബി ഒരു 1 ഫേസോ 2 ഫേസോ ആയിട്ട് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിലൊരു ക്യാച്ച് ഉണ്ട്, അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഓക്കെ, അങ്ങനെ ഉള്ളതാണ് പ്രോപ്പ് ഫേംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെറിയൊരു ഫീ നമ്മുടെ നിന്ന് ആഡ് ചെയ്യും. ഇപ്പോൾ ഒരു 10K ഒരു പ്രോപ്പ് ഫേം എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു $50 to $100 ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അതല്ല നമുക്കൊരു 100K അക്കൗണ്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 350 to 450 അല്ലെങ്കിൽ 550 അതിനുള്ളിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ചില പ്രോപ്പ് ഫേംസിന് ഡിസ്കൗണ്ട്സ് ഉണ്ടാവും, ചില പ്രോപ്പ് ഫേംസിന് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് CFD ഫേംസ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഈ ഫണ്ടിങ് പിപ്സ്, 5%, ആൽഫ ക്യാപിറ്റൽ, FTMO, അങ്ങനെയുള്ള കുറച്ച് നല്ല ഫേംസ് ഉണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നല്ല റെപ്യൂട്ടേഷനുള്ള കുറച്ച് ഫേംസ് ഉണ്ട്. പേ ഔട്ട് ഡിനൈൽസും അങ്ങനെയൊന്നുള്ള ഇല്ലാത്തത്. ഇതും ഞാൻ കുറച്ച് പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറേ പേരുകളുണ്ട്, നമുക്കത് വഴിയെ മനസ്സിലാവും. ഓക്കെ, ഞാൻ ഈ വീഡിയോൻ്റെ ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഏതൊക്കെയാണ് പ്രോപ്പ് ഫേംസ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഫേംസും ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ പ്രോപ്പ് ഫേം എന്താണെന്ന് മനസ്സിലായി, അതെന്താണ് നമ്മുടെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് വേറൊരു ഫേം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ട് തരുന്നതാണ് പ്രോപ്പ് ഫേംസ്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ക്യാച്ച് ഉണ്ട്. ആ ക്യാച്ച് എന്താണെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പ്രോപ്പ് ഫേംസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഒതുങ്ങാണ് ഇപ്പോൾ. ആ പ്രോപ്പ് ഫേംസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇവർക്ക് എന്താണ് പ്രോഫിറ്റ് ഉള്ളത്? ഓക്കെ, പ്രോഫിറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു $100 ഒരു അക്കൗണ്ട് എടുക്കുന്ന ഒരാളാണെന്ന് കരുതുക. ഓക്കെ, 100K എന്ന് പറയുമ്പോൾ $100,000 അക്കൗണ്ട് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ട് ആളൊരു $350 to $450 പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതുപോലെ ഈ കമ്പനിക്ക് ഏകദേശം ഒരു 100, 1000, 2000, 10000 ആൾക്കാർ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 10,000 ഇൻറ്റു ഒരു ആവറേജ് പ്രൈസ് എടുത്തിട്ട് നമുക്കൊരു 400 പിടിക്കാം. 10,000 ഇൻറ്റു ഒരു $400 എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്രയാണ് വരുന്നത് നോക്കാം. ഇതിൻ്റെ ഈ പ്രോപ്പ് ഫേംസിൽ അവരുടെ റൂൾസ് എല്ലാതും ഫോളോ ചെയ്ത് വിന്നിങ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ജസ്റ്റ് 5 to 10% മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 100 പേര് ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ 5 മുതൽ 10 ആൾക്കാർ മാത്രമേ ഇത് പാസ്സാവത്തുള്ളൂ. ഈ പാസ്സായ ആൾക്കാരിൽ ഏകദേശം ഒരു 1%, 2% ആൾക്കാർ മാത്രമാണ് പേ ഔട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്നൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഒരു 10,000 ആൾക്കാർ, ഓക്കെ, ഒരു $400 വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്? ഓക്കെ, ഈ ഫേമിന് കിട്ടുന്നത്. ഈ ഫേം എന്നിട്ട് എത്രത്തോളം ആൾക്കാർ, ഒരു 1 to 2% ആൾക്കാർ എത്രത്തോളം പേ ഔട്ട് എടുത്തു കഴിഞ്ഞാലാണ് പേ ഔട്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതിലൊരു പ്രോഫിറ്റിൻ്റെ ഒരു സിനാരിയോ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇവർ ഈ ട്രേഡ്സ് റിയൽ അക്കൗണ്ടിൽ, അതായത് റിയൽ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇതിൻ്റെ പ്രോപ്പ് ഫേമിൻ്റെ ക്യാച്ച് എന്താണെന്നുള്ളത് നമ്മൾ അടുത്തൊരു 5 minute വീഡിയോൻ്റെ ഉള്ളിൽ നമ്മൾ പറയും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് പ്രോപ്പ് ഫേംസ് എന്നുള്ളതാണ്. പ്രോപ്പ് ഫേംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.